നമ്മളെ പോഷൻ ട്രാക്കറിൽ ഡിസംബർ മാസത്തിലെ ആദ്യ CB നമ്മൾ നടത്തിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 12-ാം തീയതിയാണ് നമ്മൾ അംഗൻവാടി തലങ്ങളിൽ ടാർഗറ്റ് ചെയ്ത ഗുണഭോക്താക്കളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള CB നടത്തിയത്. ആദ്യ പോഷൻ ട്രാക്കറിനകത്ത് നമ്മൾ എൻട്രി വരുത്തിയതുമാണ്. ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിനകത്ത് എൻട്രി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ മാസത്തെ CBയുടെ തുകയ്ക്ക് ക്ലെയിം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ കൃത്യമായി പോഷൻ ട്രാക്കറിനകത്ത് CB മാർക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് CBയുടെ ഫണ്ട് അനുവദിച്ച് കിട്ടുകയുള്ളൂ. 12-ാം തീയതി നടത്തിയ പരിപാടി നമ്മൾ കൃത്യമായി പോഷൻ ട്രാക്കറിനകത്ത് രേഖപ്പെടുത്തി എന്ന് ആവർത്തിച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് നമ്മൾക്ക് മാർക്ക് ചെയ്തതായി കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ നമ്മളുടെ പുതിയ വേർഷൻ 22.1 ആയതിനു ശേഷം കുറച്ച് ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളിൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ രേഖപ്പെടുത്തിയ ആ CB തന്നെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് കാണാനില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ്റ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മോർ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് ഇവൻറ്റ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. CB ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബ്ലാങ്ക് സ്പേസ് ആണ് കാണുന്നത്. അതായത് നമ്മൾ 12-ാം തീയതി രേഖപ്പെടുത്തിയ CB നമുക്കിവിടെ കാണുന്നില്ല. ഇതൊരു ടെക്നിക്കൽ എററാണ്. പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾക്കത് നടത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കിയതാണ്. ആദ്യ സൂപ്പർവൈസർ വെരിഫൈ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനത് ഇന്നത്തെ ഡേറ്റിൽ നിന്ന് ബാക്ക് ഡേറ്റിലേക്ക് പോയി ടീച്ചേഴ്സിന് അത് വീണ്ടും മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പേജ് വരും. അതിലെ ഡേറ്റ് നമുക്ക് ബാക്ക് ഡേറ്റ് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 12 എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു. നമ്മളെ തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റെക്കോർഡ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പോഷൻ ട്രാക്കറിനകത്ത് ഒരിക്കൽ കൂടി നിങ്ങൾ ചെയ്ത CB വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ പുറകിലോട്ട് പോവുക. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവൻറ്റ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. CB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന് നമ്മൾ കുറച്ച് മുന്നേ രേഖപ്പെടുത്തിയത് വന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം.